ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രായം അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് അല്ലേ? പ്രായം ഒരു നമ്പറാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. ഈ പ്രായം ഒരു നമ്പറാണെന്ന് കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആർക്കറിയില്ല അല്ലേ? എനിക്കറിയാം. നമ്മുടെ ചെറുപ്പക്കാരായ മക്കളാണ് അത് കണ്ടുപിടിച്ചത്. അവരാരെങ്കിലും ഇപ്പോൾ നാട്ടിലുണ്ടോ? ഒക്കെ വിദേശത്തല്ലേ? അവർക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ഒരു നമ്പറാണ് ഈ നമ്പർ. അവർ മാതാപിതാക്കളോട് പറയുമോ, നിങ്ങളിപ്പോഴും ചെറുപ്പമാണ്, അതൊക്കെ വെറും നമ്പറല്ലേ, ഞങ്ങളൊക്കെ ഒന്ന് പോയി വിദേശത്തൊക്കെ ഒന്ന് പോയി കറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ ഇവിടെ അപ്പനും അമ്മ എന്താ വിചാരിക്കുക, ഓ ഞങ്ങളിപ്പോഴും ചെറുപ്പമാണ്, ഇനി ഞങ്ങൾക്ക് ഒന്നും കൂടി ചെറുപ്പമാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ജിമ്മിൽ പോവും, ജോഗിങ്ങിന് പോവും, നടക്കാൻ പോവും, വിദേശത്തു നിന്നും അന്യസംസ്ഥാനം കിട്ടുന്ന ധാന്യങ്ങളൊക്കെ പൊടിച്ച് കുറുക്കി കുടിക്കും. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി എന്താണോ ഇവരൊക്കെ ചെയ്യണേ. ചോറ് ചിലർക്ക് അലർജിയാണ്, ചോറ് കഴിച്ചാൽ വണ്ണം വയ്ക്കും തന്നെ പറയണേ. ഞാനും കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യും, കുറച്ചൊക്കെ ഭക്ഷണം കുറയ്ക്കും, പക്ഷെ ചോറ് ഞാൻ ഒഴിവാക്കാറില്ല. അതിൻ്റെ എന്നെ കാണാനില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ പ്രായം അതൊരു സംഭവം തന്നെയാണ്. ഞാൻ ഈ ചാനൽ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, നീ എവിടേക്കാടി ചാടി തുള്ളി പോണേ, നിൻ്റെ പ്രായം നീ ഓർത്തോന്ന്. ഞാനെന്തിനാ പ്രായം ഓർക്കണേ, അത് വെറും നമ്പറല്ലേ. അപ്പം അങ്ങേര് പറയാ, ആ നമ്പർ ഓർക്കാനാടി ഞാൻ പറഞ്ഞേന്ന്. ആ നമ്പർ ഓർത്തപ്പോൾ ഞാൻ ഞെട്ടി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അങ്ങേരോട് തോക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ആ നമ്പർ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെക്കാൾ പ്രായം കുറവാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചാനൽ പരിപാടിക്കൊക്കെ പോയിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ചെയ്യുന്ന കണ്ടസ്റ്റൻസ് എന്നോട് ചോദിക്കും, ചേച്ചിക്ക് എത്രയായി പ്രായം? ഞാൻ സത്യസന്ധമായി എൻ്റെ പ്രായം അവരോട് പറയും. പക്ഷേ അവരത് വിശ്വസിക്കില്ല. ചേച്ചിക്ക് അത്ര പ്രായമൊന്നുമില്ല എന്ന്. അപ്പം ഞാനൊന്ന് ഗമ കൂട്ടി പറയും, എനിക്ക് പ്രായം 50. അതും അവർ വിശ്വസിക്കണില്ല. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല, നുണ പറഞ്ഞാലും വിശ്വസിക്കില്ല. അതാണ് ഇപ്പോഴത്തെ ലോകം. AI നിർമ്മിതിയുടെയൊക്കെ കാലഘട്ടമല്ലേ. സത്യമേതാ മിഥ്യേതാന്ന് നമുക്കറിയില്ല അല്ലേ? ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നിങ്ങനെ പിച്ചി നോക്കുമോ, നല്ല വേദനയുണ്ട്. ഞാൻ തന്നെയാണ്, ഞാൻ സോഫി പോളി. അപ്പം നമുക്ക് ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.